Hi friends, welcome back to Sharika's vlog. 2021 ജൂൺ 1 ശേഷം BIS ഹോൾമാർക്ക് ഇല്ലാത്ത സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുവാൻ പാടില്ല എന്ന ഗവൺമെന്റ് ഉത്തരവ് ഇന്ന് പലരെയും കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. വാർത്തയുടെ സത്യാവസ്ഥ മുഴുവനായും മനസ്സിലാക്കാതെ സ്വന്തം കയ്യിലുള്ള സ്വർണമൊക്കെ എത്രയും പെട്ടെന്ന് BIS ഹോൾമാർക്ക് ചെയ്ത് മാറ്റിയെടുക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മളിൽ ചിലരൊക്കെ. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ BIS ഹോൾമാർക്ക്? ഈ ഒരു ഉത്തരവ് ആർക്കൊക്കെ വേണ്ടിയുള്ളതാണ്? നമ്മുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ BIS ഹോൾമാർക്ക് ചെയ്തിട്ടുള്ളവയല്ല എങ്കിൽ പിന്നീട് വിൽക്കുവാൻ പറ്റില്ലേ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി നൽകുവാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും കാണുക. 2020 ജനുവരി 15 ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് പുറത്തുവിട്ട ഉത്തരവ് പ്രകാരം ഇനി മുതൽ രാജ്യത്ത് BIS ഹോൾമാർക്ക് ചെയ്യാത്ത ആഭരണങ്ങൾ വിൽക്കുവാൻ പാടില്ല എന്നാണ് നിയമം. ഈ ഒരു ഉത്തരവ് നടപ്പിലാക്കുവാനായി 1 വർഷത്തെ സമയപരിധിയും നൽകിയിരുന്നു, അതായത് 2021 ജനുവരി 15 വരെ. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 2021 ജൂൺ 1 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ BIS ഹോൾമാർക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് നോക്കാം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ചുരുക്കെഴുത്താണ് BIS. 2000 ഏപ്രിൽ മുതലാണ് BIS ഹോൾമാർക്കിംഗ് സ്കീം നിലവിൽ വന്നത്. എന്നാൽ അന്നൊന്നും ആഭരണങ്ങളിൽ ഹോൾമാർക്കിംഗ് നിർബന്ധമായിരുന്നില്ല. നമ്മുടെ രാജ്യത്ത് വിറ്റഴിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ 14 കാരറ്റ്, 18 കാരറ്റ്, 22 കാരറ്റ്, 24 കാരറ്റ് ഇങ്ങനെ പല തരത്തിലുണ്ട്. 14 കാരറ്റ് സ്വർണ്ണാഭരണത്തിൽ 58.33% യഥാർത്ഥ സ്വർണം ഉണ്ടാവുക. ബാക്കി ആഭരണ നിർമ്മാണ സമയത്ത് ചേർക്കുന്ന മറ്റ് ലോഹങ്ങളായിരിക്കും. അതുപോലെ തന്നെ 18 കാരറ്റ് സ്വർണ്ണാഭരണത്തിൽ 75% സ്വർണമുണ്ടാവുക. സാധാരണഗതിയിൽ ഡയമണ്ടിൻ്റെയും മറ്റ് രത്നങ്ങളുടെയും ആഭരണങ്ങൾ ഉണ്ടാക്കുവാനാണ് ഈ ഒരു 14 കാരറ്റിൻ്റെയും 18 കാരറ്റിൻ്റെയും സ്വർണം ഉപയോഗിക്കുന്നത്. 22 കാരറ്റ് സ്വർണ്ണാഭരണത്തിൽ 91.67% സ്വർണമുണ്ടാവുക. ഇതിനെയാണ് 916 സ്വർണം എന്ന് പറയുന്നത്. 24 കാരറ്റ് ആണെങ്കിൽ അതിൽ 99.9% സ്വർണം തന്നെയായിരിക്കും. എന്നാൽ ഈ ഒരു 24 കാരറ്റ് സാധാരണഗതിയിൽ ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കാറില്ല. BIS ഹോൾമാർക്കിംഗ് പ്രകാരം സ്വർണ്ണാഭരണങ്ങളിൽ 5 മുദ്രകളാണ് ഉണ്ടാവുക. BIS ഹോൾമാർക്ക് മുദ്ര, സ്വർണത്തിൻ്റെ കാരറ്റ്, ജില്ലയുടെ ലോഗോ, ജ്വല്ലറിയുടെ ലോഗോ, ഹോൾമാർക്ക് ചെയ്ത വർഷം അടയാളപ്പെടുത്തുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്നിവയാണവ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സിന്റെ 2019 ഒക്ടോബർ 31 വരെയുള്ള കണക്ക് പ്രകാരം രാജ്യത്തെമ്പാടും 234 ജില്ലകളിലായി 877 എസ്സേയിങ് ആൻഡ് ഹോൾമാർക്കിംഗ് സെന്ററുകളാണ് ഉള്ളത്. ഈ ഒരു കാലയളവിനുള്ളിൽ 26,019 ജ്വല്ലറികൾ BIS രജിസ്ട്രേഷൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. നമ്മൾ എത്ര കാരറ്റിൻ്റെ സ്വർണ്ണാഭരണമാണോ വാങ്ങുവാൻ ഉദ്ദേശിച്ചത് അത്രയും കാരറ്റ് തന്നെയാണ് നമുക്ക് ലഭിച്ച സ്വർണ്ണാഭരണം എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഈ ഒരു BIS ഹോൾമാർക്കിംഗ്. അത് സ്വർണത്തിൻ്റെ പ്യൂരിറ്റി ഉറപ്പുവരുത്തുന്നു. ഉപഭോക്താവ് ഒരു തരത്തിലും പറ്റിക്കപ്പെടാതിരിക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് യാതൊരു വിധത്തിലും സാധാരണ ആളുകളെ ബാധിക്കുന്ന വിഷയമല്ല. ജ്വല്ലറികൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ നിയമം ബാധകമായിട്ടുള്ളത്. സ്വർണ്ണാഭരണങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ ജ്വല്ലറികളും 2021 ജൂൺ 1 ശേഷം BIS ഹോൾമാർക്ക് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ വിൽക്കുവാൻ പാടുള്ളൂ എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. നമ്മുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നതിന് ഹോൾമാർക്കിംഗ് ഒന്നും നിർബന്ധമില്ല. നമ്മൾ ഒരു ജ്വല്ലറിയിൽ ചെന്ന് പഴയ സ്വർണ്ണാഭരണം വിൽക്കുകയാണെങ്കിൽ അവർ ആദ്യം അതിനെ ഉരുക്കിയിട്ട് പുതിയ സ്വർണ്ണാഭരണമാക്കും. അങ്ങനെയാണ് പതിവ്. അതുകൊണ്ട് തന്നെ സാധാരണ ആളുകൾക്ക് പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. സമാധാനത്തിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിറ്റാൽ മതി. വിൽക്കുന്ന സമയത്ത് വിലയിൽ കുറവ് വരും എന്ന രീതിയിൽ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ എല്ലാ ജ്വല്ലറികളിലും സ്വർണത്തിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യുന്ന കാരറ്റോമീറ്റർ അല്ലെങ്കിൽ കാരറ്റ് അനലൈസർ എന്ന ഒരു മെഷീൻ ഉണ്ടാകും. അതുപയോഗിച്ച് സ്വർണത്തിൻ്റെ ശുദ്ധി അളക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള സ്വർണ്ണാഭരണം യഥാർത്ഥത്തിൽ എത്ര കാരറ്റിൻ്റെതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന് തുല്യമായി ആ സമയത്തുള്ള സ്വർണത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വില ലഭിക്കും. അതുകൊണ്ട് പഴയ സ്വർണം കൈവശം വയ്ക്കുന്നതിനെപ്പറ്റി യാതൊരു വിധത്തിലും ആശങ്കപ്പെടാനില്ല. ജ്വല്ലറികളെ മാത്രമാണ് ഇപ്പോഴത്തെ പുതിയ നിയമം ബാധിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ.